വളരെ പഴയ ഒരു ഓർമ്മ പങ്കുവെച്ചുകൊണ്ട് തുടങ്ങാം. 1996 ദേവഗൗഡയുടെ മന്ത്രിസഭ അധികാരമേൽക്കുകയാണ്. അതിൽ ഒരു മന്ത്രിയായിട്ട് നമ്മുടെ റാം വിലാസ് പാസ്വാനും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വകുപ്പ് റെയിൽവേ ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് മഹാപണ്ഡിതനും വന്യവയോധികനുമായിട്ടുള്ള അന്നത്തെ രാഷ്ട്രപതി ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മയാണ്. ശർമ്മ എല്ലാവർക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നു, പാസ്വാനും ചൊല്ലിക്കൊടുക്കുന്നു. പാസ്വാൻ ആ സത്യവാചകം ഏറ്റു ചൊല്ലുന്നു. അദ്ദേഹം അതിനുശേഷം ഈ രേഖയിൽ ഒപ്പുവെക്കുന്നു. അപ്പോൾ അദ്ദേഹം മന്ത്രിയായി കഴിഞ്ഞു. ഈ സന്ദർഭത്തിൽ അതാത് മന്ത്രിമാർ, അത് ദേവഗൗഡയായാലും ശരിയാണ്, പാസ്വാനായാലും ശരിയാണ്, ആ വ്യക്തിക്ക് രാഷ്ട്രപതി ഹസ്തദാനം ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അതിനു വേണ്ടിയിട്ട് ഈ ശങ്കർ ദയാൽ ശർമ്മ പാസ്വാന് നേരെ കൈ നീട്ടുന്നു. പാസ്വാൻ ശർമ്മയുടെ നേർക്ക് പോലും നോക്കാതെ അദ്ദേഹത്തിന് ഹസ്തദാനം നൽകാൻ വിസമ്മതിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. ഇത് കണ്ടവരൊക്കെ ഞെട്ടിപ്പോയി. അതിനു മുമ്പ് ഒരിക്കലും ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. ഒരു രാഷ്ട്രപതി, അത് വളരെ വയോധികനായ രാഷ്ട്രപതി, ഹസ്തദാനത്തിന് വേണ്ടി കൈ നീട്ടുമ്പോൾ കൈ പിൻവലിച്ച അല്ലെങ്കിൽ കൈ നീട്ടാതിരുന്ന ഒരു സംഭവം ഇന്ത്യ രാജ്യത്തിന് മുമ്പോ അതിന് ശേഷമോ ഉണ്ടായതായിട്ട് ആർക്കും അറിയില്ല. എന്താണ് പാസ്വാനെ പ്രകോപിപ്പിച്ചത് എന്ന കാര്യത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ തല പുകച്ച് ആലോചിച്ചു. അപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഈ 96 തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല. കോൺഗ്രസിന് കിട്ടിയില്ല, BJPക്ക് കിട്ടിയില്ല. അപ്പോൾ ഏറ്റവും വലിയ ഒറ്റ കക്ഷി എന്നുള്ള നിലയ്ക്ക് രാഷ്ട്രപതി ശങ്കർ ദയാൽ ശർമ്മ വാജ്പേയിയെ മന്ത്രിസഭ രൂപീകരിക്കാൻ വേണ്ടി ക്ഷണിച്ചു. അങ്ങനെ വാജ്പേയി ഒരു മന്ത്രിസഭ രൂപീകരിച്ചു. അദ്ദേഹത്തിൻ്റെ കൂടെ ചില മന്ത്രിമാരുമൊക്കെ സത്യപ്രതിജ്ഞ ചെയ്തു. പക്ഷെ അവർക്ക് ഭൂരിപക്ഷം തേക്കാൻ പറ്റിയില്ല. അതേ തുടർന്ന് 13ാമത്തെ ദിവസം ഈ മന്ത്രിസഭ രാജിവെച്ചു. അങ്ങനെ ശങ്കർ ദയാൽ ശർമ്മ ഈ വാജ്പേയിയെ ക്ഷണിച്ചത് കൊണ്ടാണ് ഇവിടെ 13 ദിവസത്തേക്കാണെങ്കിൽ പോലും BJPയുടെ നേതൃത്വത്തിലുള്ള ഒരു മന്ത്രിസഭ ഉണ്ടായത്. അങ്ങനെ ഒരു വലിയ അക്ഷന്തവ്യമായ തെറ്റ്, ഒരു അപരാധം ചെയ്ത ആളാണ് ആര്? ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ. അതിൻ്റെ ഒരു വിപരീത വികാരം കൊണ്ടാണ് ഈ മഹാനായ അല്ലെ ആദർശശാലിയായ ചിന്തകനായ റാം വിലാസ് പാസ്വാൻ ഈ രാഷ്ട്രപതിക്ക് ഷെയ്ക്കാൻഡ് കൊടുക്കാൻ വിസമ്മതിച്ചത്. എന്തൊരു ആദർശം എന്ന ആളുകളൊക്കെ ആ സമയത്ത് തല കൈവച്ചു. എന്നിട്ട് എന്ത് സംഭവിച്ചു? അതാണ് ഇതിൽ പ്രധാനം. കാലം ഇനിയും ഉരുളും, വിഷു വരും, വർഷം വരും, തിരുവോണം വരും എന്ന് പറഞ്ഞ പോലെ 2 കൊല്ലം കൂടി മഴയും വെയിലും കിടന്ന് 1999 99 വാജ്പേയി 3ാമതും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ ഒരു അംഗമായിട്ട് ആരുണ്ടായിരുന്നു? നമുക്ക് ഏവർക്കും പ്രിയങ്കരനായിരുന്ന റാം വിലാസ് പാസ്വാൻ ഉണ്ടായിരുന്നു. പാസ്വാൻ അപ്പോഴത്തേക്കും BJPയോടുള്ള സൈദ്ധാന്തികമായിട്ടുള്ള കംപ്ലീറ്റ് അകൽച്ച് കഴിഞ്ഞുപോയി. അദ്ദേഹത്തിന് വാജ്പേയിയോട് വലിയ സ്നേഹമായി. 99 വാജ്പേയിയുടെ മന്ത്രിസഭയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. എന്തിന് 2014 നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിലും പാസ്വാൻ ഉണ്ടായിരുന്നു. പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാൻ ഈ 3ാം മോഡി സർക്കാരിലും അംഗമാണ്. ഈ ചിരാഗ് പാസ്വാന്റെ പാർട്ടിയുടെ പിന്തുണയോടുകൂടിയിട്ടാണ് ഇപ്പോൾ നിതീഷ് കുമാറിന്റെ മന്ത്രിസഭ കഴിഞ്ഞ ദിവസം ബീഹാറിൽ അധികാരമേറ്റത്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ രാഷ്ട്രീയത്തിൽ സ്ഥിരമായി ശത്രുക്കളോ സ്ഥായിയായിട്ട് സുഹൃത്തുക്കളോ ഇല്ല. ആകെ ഉള്ളത് സ്ഥിരമായ താല്പര്യങ്ങൾ മാത്രമാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ റാം വിലാസ് പാസ്വാന്റെ ആസ്ഥാനത്തുണ്ടായ ഈ ആദർശ പ്രകടനവും രാഷ്ട്രപതിക്ക് ഹസ്തദാനം നൽകാൻ വിസമ്മതിച്ച അദ്ദേഹത്തിൻ്റെ നടപടി. ഇതിപ്പോൾ പറഞ്ഞതിൻ്റെ സാങ്കത്യം എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ ഒരു നേതാവ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ ഇപ്പോൾ ഇന്നേം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് പ്രിയാങ്ക് ഖാർഗെ എന്നാണ്. പ്രിയാങ്ക് ഖാർഗെ ആരാണെന്ന് വെച്ചാൽ കോൺഗ്രസ് പാർട്ടി പ്രസിഡന്റ്, AICC പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയുടെ മകനാണ്. അദ്ദേഹത്തിന് ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തോട് ഭയങ്കര എതിർപ്പാണ്. എതിർപ്പെന്ന് വെച്ചാൽ മുടിഞ്ഞ എതിർപ്പാണ്. അദ്ദേഹത്തിൻ്റെ ആവശ്യം രാജ്യത്ത് RSSനെ നിരോധിക്കണം എന്നാണ്. നല്ല എളുപ്പമായില്ലേ? RSSൻ്റെ ഭരണമാണ് ഈ രാജ്യത്ത് നടക്കുന്നത്. RSSകാർ നാഗ്പൂരിൽ നിന്നിട്ടാണ് ഡൽഹിയിലെ ഭരണം നിയന്ത്രിക്കുന്നത്. നരേന്ദ്രമോദി അവിടെ ഇരിക്കുന്നത് അദ്ദേഹം RSSകാരനായതുകൊണ്ടാണ്. അമിത്ഷാ അവിടെ ഇരിക്കുന്നത് RSSകാരനായതുകൊണ്ടാണ്. അതിപ്പോൾ പ്രിയങ്ക ഖാർഗെ ആവശ്യപ്പെട്ടാലോ, പുള്ളിയുടെ അപ്പൻ മല്ലികാർജുൻ ഖാർഗെ ആവശ്യപ്പെട്ടാലോ, മറ്റാരാ ആവശ്യപ്പെട്ടാലോ RSSനെ നിരോധിക്കാൻ പറ്റുകയില്ല. RSSനെ 3 തവണ നിരോധിച്ചാണ്. 1948 നെഹ്റു നിരോധിച്ചു, 1975 ഇന്ദിരാഗാന്ധി നിരോധിച്ചു, 1992 ബാബറി മസ്ജിദ് തകർന്നതിന് ശേഷം നരസിംഹറാവു നിരോധിച്ചു. 3 തവണ നിരോധനം നീക്കി. ആ കാലമൊക്കെ പോയി. ഇപ്പോൾ RSSകാരാണ്
മറ്റു പാർട്ടികളെ വേണമെങ്കിൽ നിരോധിക്കാം എന്ന നിലയിൽ നിൽക്കുന്നത്. അപ്പോഴാണ് ഈ 8 വോട്ട് തിരിയാത്ത പ്രിയങ്ക ഖാർഗെ RSS പൂട്ടിച്ചിട്ട് വേറെ കാര്യമുള്ളൂ. ഇനി ഞങ്ങൾക്ക് ഭരണം കിട്ടിയാൽ അത് ഏത് കാലത്താണ് നമുക്കറിയില്ല, കിട്ടുമ്പോൾ RSS നിരോധിക്കും എന്ന് ആര് പറയുന്നു? മല്ലികാർജ്ജുൻ ഖാർഗെ പറയണം, അല്ലെങ്കിൽ ഈ രാഹുൽ ഗാന്ധി പറയണം, അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി, കുറഞ്ഞ പക്ഷം പ്രിയങ്കയെ കെട്ടിയ വാതിരെങ്കിലും പറയണം. അതിന് പേര് ആര് പറയുന്നു? പണ്ട് ലോലപ്പന്തമ്പാടം പറഞ്ഞ പോലെ ഈ പാറായി തരകൻ്റെ നമ്മുടെ കല്യാണത്തിന് തരകൻ വിളിക്കുന്നതിന് പകരം തരകൻ്റെ പറമ്പിലെ കുടികിടപ്പുകാരൻ വിളിക്കുന്ന പോലെയാണ്. പ്രിയങ്ക ഖാർഗെ പറയുന്നു RSS നിരോധിക്കും, RSS പൂട്ടിക്കും. നല്ല രസമായില്ലേ? ഈ പ്രിയങ്ക ഖാർഗെ കർണാടകത്തിലൊരു മന്ത്രിയാണ്. അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കിട്ടിയതിൻ്റെ എന്തുകൊണ്ടാണ്? അദ്ദേഹം ഒരു മിടുക്കനായോണ്ടോ യോഗ്യനായോണ്ടോ അല്ല. അദ്ദേഹം മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മകനായതുകൊണ്ടും മല്ലികാർജ്ജുൻ ഖാർഗെ AICC പ്രസിഡന്റ് ആയതുകൊണ്ടുമാണ്. ഇനിയിപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ കണ്ണടഞ്ഞു, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഈ സോണിയാഗാന്ധിക്ക് എന്തെങ്കിലും അരിഷ്ടം വന്നതിനെ തുടർന്ന് AICC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കി എന്ന് വിചാരിക്കുക. അതിൻ്റെ 4-ാം ദിവസം പ്രിയങ്ക ഖാർഗെയുടെ മന്ത്രിസ്ഥാനം പോകും. അപ്പോൾ പിന്നെ പുള്ളി എന്ത് ചെയ്യും? നിങ്ങൾ ഉൾബലമുണ്ടെങ്കിൽ നിലച്ചുകൊള്ളി. അതിൻ്റെ പിറ്റേന്ന് ദിവസം പുള്ളി വേറെ ഏതെങ്കിലും പാർട്ടി ചേരും. വേറെ ഏതെങ്കിലും പാർട്ടിയിൽ എന്ന് പറഞ്ഞാൽ ഏത് പാർട്ടിയും ചേരും? ഉറപ്പായിട്ട് പുള്ളി BJPയിൽ ചേരും. അപ്പോൾ പുള്ളിക്ക് RSSനോട് എന്തായിരിക്കും മനോഭാവം? RSS വളരെ നല്ലൊരു സംഘടനയാണെന്നും RSS ആണ് ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നത് എന്നും അദ്ദേഹം പറയും. ഇതുപോലൊരു നേതാവ് കുറച്ചാൾ മുമ്പ് കർണാടകത്തിലുണ്ടായിരുന്നു. സോഷ്യലിസ്റ്റ് നേതാവായിരുന്ന കർണാടക മുഖ്യമന്ത്രിയായിരുന്ന SR ബൊമ്മയുടെ മകൻ ബസവരാജ് ബൊമ്മെ. അദ്ദേഹത്തിന് ഈ BJPയോടും RSSനോടൊക്കെ ഭയങ്കര എതിർപ്പ്, സൈദ്ധാന്തികമായ എതിർപ്പ്, പ്രത്യയശാസ്ത്രപരമായ എതിർപ്പ്, രാഷ്ട്രീയമായ എതിർപ്പ്, വ്യക്തിപരമായ എതിർപ്പ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ബൊമ്മെ മരിച്ചതിന് ശേഷം സോഷ്യലിസത്തിലും ജനതാദളിലൊന്നും ഗ്രിപ്പ് കിട്ടാതെ, ക്ലച്ച് പിടിക്കാതെ ബസവരാജ് എന്ത് ചെയ്തു? അദ്ദേഹം BJPയിൽ ചേർന്നു. BJP ചേർന്നു മാത്രമല്ല, കർണാടകത്തിലെ മുഖ്യമന്ത്രി വരെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എതിർപ്പ് അവസാനിച്ചു. മാത്രമല്ല, പുള്ളി സാക്ഷാൽ BJPക്കാരെക്കാൾ വലിയ BJPക്കാരനായിട്ട് മാറാൻ വേണ്ടി ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം അവിടെ കൂടുതൽ രൂക്ഷമായി നടപ്പായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവരുടെയൊക്കെ ഈ ആദർശവും ഈ വാഗ്ധോരണിയും വാഗ്ദാടിയും വായു കൊണ്ട് ബദളം കിട്ടുന്ന പരിപാടിയും. അപ്പോൾ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ പ്രിയങ്ക ഖാർഗെ ഏത് പാർട്ടിയിലായിരിക്കും എന്ന് നിങ്ങൾ ഊഹിച്ചുകൊള്ളുക. ഏതായാലും ഇതുപോലെയൊക്കെയുള്ള തമാശകളില്ലെങ്കിൽ നമ്മുടെ ജീവിതം വളരെ ബോറായി പോരെ എന്ന് മാത്രം ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.